നമ്മളൊരു വീടിന്റെ ക്വാളിറ്റി മനസ്സിലാക്കേണ്ടത് ആ വീടിന്റെ ഹാള് കണ്ടിട്ടോ കിച്ചൺ കണ്ടിട്ടോ ബെഡ്റൂംസ് കണ്ടിട്ടോ അല്ല, മറിച്ച് ആ വീടിന്റെ തട്ടിന്റെ മുകളിൽ കയറിയിട്ട് തട്ടിന്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ് ഒരു വീടിന്റെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി ഒരു കിടിലം വീട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേട് ജംഗ്ഷനിൽ നിന്ന് വെറും 500 മീറ്റർ മാത്രം മാറി പജനമഠം റെസിഡൻസി ഏരിയയിലാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വീട് കണ്ടുവച്ചിട്ടുള്ളത്. ഇതാണ് ആ വീട്. നമുക്ക് അകത്തോട്ട് പോയി ഇതിന്റെ ക്വാളിറ്റി നമുക്ക് നോക്കാം. അഞ്ചേ മുക്കാൽ സെന്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ 4 BHKയിൽ പണി തീർപ്പിച്ചിട്ടുള്ള ലക്ഷറിയും സ്പേഷ്യസുമായിട്ടുള്ള ഈ വീടിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് വെറും 80 ലക്ഷം രൂപ മാത്രമാണ്. ഈ പ്രോപ്പർട്ടിയിൽ ഒരു കവേർഡ് കാർ പോർച്ചും 2ഓളം വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ വാട്ടർ സോഴ്സ് ആയിട്ട് കിണറും സെക്കൻഡറി വാട്ടർ സോഴ്സ് ആയിട്ട് ലൈൻ വാട്ടറും കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ ഫ്രണ്ടിലും സൈഡിലും ബാക്കിലുമായിട്ട് ചെറിയ രീതിയിൽ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു സിറ്റ് ഔട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ ഫ്രണ്ട് ദർശനം വരുന്നത് വടക്ക് പടിഞ്ഞാറ് ദർശനമാണ് വരുന്നത്. ഫ്രണ്ടിലായിട്ട് ഈ വീടിന്റെ ഫ്രണ്ട് ഡോറ് ജനല് വാതിലും എല്ലാം പ്ലാവിന്റെ തടി കൊണ്ട് പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. ഈ വീടിന്റെ ഫ്രണ്ട് ഡോർ ലോക്ക് കൊടുത്തിട്ടുള്ള ബ്രാൻഡഡ് കമ്പനിയായ യാലയുടെ ലോക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ സിറ്റ് ഔട്ട് കയറി നേരെ വരുന്നത് ചെറിയൊരു ഹാളിലോട്ടാണ്. ഹാളിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് പാനലിങ്ങോട് കൂടിയ വലിയൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വലിയ TV കൊടുക്കാനുള്ള വലിയൊരു TV യൂണിറ്റ് ഫ്രണ്ടിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് വുഡിന്റെ ഡിസൈനിങ് ചെയ്തിട്ടുള്ളതാണ് TV യൂണിറ്റ്. അതോടുകൂടി തന്നെ TV യൂണിറ്റിന്റെ സൈഡിലായിട്ട് ചെറിയ ചെറിയ കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ കബോർഡ് നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഹാളിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്നത് നല്ലൊരു ഡിസൈനിങ് ആണ്, നല്ലൊരു വാൾ ഡിസൈനിങ് ആണ്. ഈ വാൾ ഡിസൈനിങ്ങിന്റെ സൈഡിലായിട്ട് നമുക്ക് നല്ലൊരു ഡൈനിങ് ഏരിയ, ഒരു 6 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡൈനിങ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ചെറിയൊരു വാഷിംഗ് ഏരിയ, നല്ലൊരു ഗ്ലാസ് സെറ്റപ്പോട് കൂടിയ വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ വാഷിംഗ് ഏരിയയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ചെറിയൊരു കബോർഡ് പോലെ നമുക്ക് നമ്മളെ ഷോക്കേഡ്സ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോക്കേഡ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്തായിട്ട് തന്നെ നല്ല ഓപ്പൺ കിച്ചൺ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നല്ല രീതിയിൽ കബോർഡ്, നമ്മളെ വീട്ടമ്മമാർക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ നല്ല നല്ല കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴത്തെ കബോർഡ് വരുന്ന ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ നല്ല രീതിയിലുള്ള കിച്ചൺ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ പ്ലംബിംഗ് ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുള്ള ബ്രാൻഡഡ് കമ്പനിയായ സെറേഡയാണ്. നമുക്ക് ഈ നമ്മുടെ കിച്ചൺ കഴിഞ്ഞ് അടുത്ത് വരുന്ന വർക്ക് ഏരിയ, ഒരു മിനി വർക്ക് ഏരിയ ഈ കിച്ചണോട് ചേർന്ന് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വർക്ക് ഏരിയയിൽ നല്ല കബോർഡുകൾ, നല്ല രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് ചെറിയ രീതിയിൽ ഗ്രീൻ ഷെയ്ഡിലുള്ള കബോർഡുകളും മുകളിലായിട്ട് വുഡ് ഫിനിഷിലുള്ള കബോർഡുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് ഏരിയ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്നത് ചെറിയൊരു നനകല്ല്, നമുക്ക് തുണിയൊക്കെ അലക്കാനുള്ള ചെറിയൊരു നനകല്ല് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മളെ വീട്ടിലെ വേസ്റ്റ് ഒക്കെ കത്തിക്കാനുള്ള സ്പേസ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ പുറമേ തന്നെ നമുക്ക് വീട്ടിൽ ചെറിയ രീതിയിൽ കൃഷി ചെയ്യാനും ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇതിന്റെ കിച്ചന്റെ ബാക്കിലായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 അറ്റാച്ച്ഡ് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള 2 അറ്റാച്ച്ഡ് ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇതാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ നല്ല അറ്റാച്ച്ഡ് ബാത്റൂം, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് ഏരിയ, നമുക്ക് കുളിക്കാൻ നല്ല സ്പേസ് ആയിട്ടുള്ള ബാത്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡറി ബെഡ്റൂം എന്ന് പറയുന്നത് നല്ല മനോഹരമായ രീതിയിൽ പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. നല്ല ഡിസൈനിങ്ങിൽ പെയിന്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സെക്കൻഡറി ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. സെക്കൻഡറി ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. മനോഹരവും സ്പേഷ്യസുമായിട്ടുള്ള ബാത്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ പോകുന്ന സ്റ്റെയർ കേസിന്റെ സൈഡിലായിട്ട് നല്ല രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്പേസ് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഈ കബോർഡ് വർക്കിനകത്തോട്ട് വെക്കാമെന്നുള്ളതേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ സ്റ്റെയറിന്റെ മുകളിലോട്ട് പോകുന്ന തടിയിൽ തീർത്തിട്ടുള്ള മഹാഗണി തടിയിൽ തീർത്തിട്ടുള്ളതാണ് ഈ സ്റ്റെയർ കേസിന്റെ പിടിയൊക്കെ വരുന്നത്. അതേപോലെ തന്നെ ഗ്രാനൈറ്റ് ആണ് താഴേക്ക് സ്റ്റെയറിന്റെ സൈഡിൽ താഴേക്ക് കൊടുത്തിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഗ്രൗണ്ട് ഫ്ലോർ സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ തന്നെ കാണുന്ന മനോഹരമായിട്ടുള്ള ഷോക്ക് കേസ് ആണ്. നല്ല രീതിയിൽ ഗ്ലാസ്സിൽ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഷോക്ക് കേസ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലിവിങ് ഏരിയയിൽ നല്ല സ്പേസ്, അത്യാവശ്യം നല്ല സ്പേസ്, നമുക്ക് സോഫയൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ലിവിങ് ഏരിയയിൽ തന്നെ നല്ല രീതിയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ലിവിങ് ഏരിയയിൽ തന്നെ നല്ലൊരു TV യൂണിറ്റ്, നമുക്ക് വലിയ TV മൗണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലും മനോഹരമായ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുപോലെ തന്നെ മനോഹരമായ 2 അറ്റാച്ച്ഡ് ബാത്റൂമുകളോട് കൂടിയ ബെഡ്റൂംസ് ഇതേപോലെ ഫസ്റ്റ് ഫ്ലോറിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പെയിന്റിംഗ് വർക്കുകൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമും വളരെ മനോഹരമായ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ പെയിന്റിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. പുട്ടിയിട്ടിട്ടുള്ള പെയിന്റിംഗ് ആണ് ഇതിനകത്തൊക്കെ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ചെറിയ രീതിയിൽ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാൽക്കണിയോട് ചേർന്ന് തന്നെ ഫുൾ സ്റ്റീൽ ചെയ്തിട്ടുള്ള ചെറിയ ഡോർ വഴി നമുക്ക് തുറന്നിട്ട് ചെറിയൊരു മിനി ഓപ്പൺ ടെറസ് ഇതിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ മിനി ഓപ്പൺ ടെറസ് ഇതിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും രണ്ടാമതായിട്ടുള്ള ഓപ്പൺ ടെറസിന്റെ സൈഡിലായിട്ട് തന്നെ സ്റ്റെയർ കേസിന്റെ അടിയിൽ സൈഡിലായിട്ട് തന്നെ നനയാത്ത രീതിയിൽ വാഷിംഗ് മെഷീൻ കൊടുക്കാനുള്ള ഒരു പവർ ഫ്ലഗും അത് വാഷിംഗ് മെഷീന്റെ വാട്ടർ ടാപ്പും കൊടുത്തിട്ടുണ്ട്. ഇത് പോരാങ്ങിട്ട് സെക്കൻഡറി ആയിട്ട് ഒരു ടാപ്പ് കൂടെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സെക്കൻഡറി ആയിട്ടുള്ള ഓപ്പൺ ടെറസിന്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് മെയിൻ ടെറസിലോട്ട് കയറാനുള്ള സ്റ്റെയറും കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ വാട്ടർ സ്റ്റോറേജിന് വേണ്ടിയിട്ട് 1000 ലിറ്ററിന്റെ യൂണിടെക്കിന്റെ 3 ലെയർ വാട്ടർ ടാങ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ മെയിൻ ടെറസ് ഫുള്ളായിട്ട് നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. ഈ വീട് വാങ്ങിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വാട്ടർ പ്രൂഫിങ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ വീടിന്റെ മെയിൻ ടെറസിന്റെ സൈഡിലായിട്ട് ചെറിയൊരു ഓപ്പൺ ടെറസ് കൂടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ അവർ ലൈറ്റൊക്കെ വെച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഓപ്പൺ ടെറസ്. $80 ലക്ഷം ആസ്കിംഗ് പ്രൈസ് വരുന്ന ഈ പ്രോപ്പർട്ടിയുടെ പ്രൈസ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്.
ആവശ്യമുള്ളവർ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക.